ഹലോ, വെൽക്കം ബാക്ക് ടു ponnus easy കുക്കിംഗ്. ഇന്ന് നമ്മൾ ബനാന കൊണ്ട് ഒരു ഐസ്ക്രീമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് നമുക്ക് 2 ഏത്തപ്പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2, 3, 4 എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് എന്ത് ചെയ്യുക, തൊലി കളഞ്ഞെടുക്കുക. തൊലി കളഞ്ഞിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിടാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴേ ഈ ബനാന നമ്മളൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് നമ്മളിങ്ങനെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിടുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ഫ്രീസായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ 2 ബനാന ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചിട്ട് ഫ്രീസറിലോട്ട് വെച്ചിരുന്നാലും മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പ്ലേറ്റിലാക്കിയിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ച് വെച്ചിരുന്നാലും മതി. അല്ലെങ്കിൽ ഇതെല്ലാം ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് അങ്ങനെയും നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനപ്പോൾ ബനാന എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി ഫ്രീസറിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. ഏതാണ്ട് എല്ലാം നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഞാനിത് നേരെ ഫ്രീസറിലോട്ട് വച്ചു കൊടുക്കുവാണ്. ഒരു 4 hours നമുക്ക് ഫ്രീസറിൽ ഇതിങ്ങനെ തന്നെ വയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് വെച്ചാലും മതി. ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഞാൻ ആദ്യം. അടുത്ത് നമുക്കിതിലേക്ക് വേണ്ടത് ഡയറി മിൽക്കാണ്. ഡയറി മിൽക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ ഡയറി മിൽക്കിൻ്റെ പീസസുകളും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കോക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തണുത്ത പാൽ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. നിങ്ങൾക്ക് ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അല്ലെങ്കിൽ ഡേറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഡേറ്റ്സും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മധുരത്തിന് പകരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നവർ പഞ്ചസാരയ്ക്ക് പകരം ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റിന് പകരം കോക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സിയിൽ വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ ആ ടെക്സ്ചർ കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാൻ 1 മിനിറ്റ് അരച്ചെടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഇച്ചിരി കുറച്ചുകൂടെ ഒന്ന് അരയാനുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാണ്. ഇതെല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാം പ്രോപ്പറായിട്ട് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടോ, ഈ ഒരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇടയ്ക്ക് ചോക്ലേറ്റ് ഒന്ന് ക്രഞ്ചി ആയിട്ട് നമുക്ക് കടിക്കാനും കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളത് ഏതാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് നമ്മളൊന്ന് പകർന്നു കൊടുക്കാൻ പോവുകയാണ്. ഈ ഐസ്ക്രീമിന് നമ്മുടെ ഏത്തപ്പഴം തന്നെ എടുക്കണമെന്ന് ആവശ്യമില്ല. ഏതെങ്കിലും റോബസ്റ്റേ ആവാം, ഏത് പഴം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഐസ്ക്രീം മേക്ക് ചെയ്യാനായിട്ട് എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു ബോക്സിലേക്കാണ് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഓവർനൈറ്റാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് കേട്ടോ. ഇത് അടച്ച് നമ്മൾ ഫ്രീസറിലോട്ട് ഒരു ഓവർനൈറ്റാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ എടുത്തിട്ട് ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് രാവിലെ ആയിട്ടുണ്ട്. ഞാനിതെടുത്ത് മാറ്റുവാണ്, പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് ചോക്ലേറ്റും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ഈ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കുന്ന നേരത്ത് കുറച്ച് നട്ട്സും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ നട്ട്സ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ഒത്തിരി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുവാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇത് ഡെക്കറേഷന് വേണ്ടി മുകളിലേക്ക് വീണ്ടും കുറച്ച് ചോക്ലേറ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബനാന ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.